ഗൈസ് നമ്മൾ ഇന്ന് എടപ്പള്ളി വരെ പോവാട്ടെ തൃശ്ശൂരിന്ന്. അപ്പൊ നമ്മുടെ ടിയാഗോ ആയിട്ടാണ് പോണേ. ഫുൾ ചാർജിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങണേ. ഇന്ന് അത്യാവശ്യം നല്ല മഴ കേട്ടാ. ഇന്ന് എന്തിനാ പോണേന്നറിയോ? വാഹനത്തിന്റെ ചുറ്റിലും 4 ഡോറും അതുപോലെ ബാക്കിലും സ്റ്റിക്കർ അടിക്കാനാണ്. ഇതേ ഫുൾ ചാർജ് 100% കാണിക്കുന്നുണ്ട്. 221 കിലോമീറ്റർ ഇവിടുന്ന് ഓടുന്ന കേട്ടോ കാണിക്കണം. അതിന്റെ ഇടയിൽ ചെറിയ രീതിക്ക് ആ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കുറവിട്ടെ. എന്താന്ന് വെച്ചാൽ ഫോൺ വഴിക്ക് ഫുൾ ബ്ലോക്ക് ആണ്. നമ്മുടെ കേരളത്തിലത്തെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം. സമയം 8:15 നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കാലത്ത് ഇറങ്ങിയിട്ട്. അപ്പൊ അവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ അകത്ത് എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. എന്തുകൊണ്ട് ടിയാഗോ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിയാഗോ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മോസ്റ്റ് കംഫർട്ടബിൾ വെഹിക്കിൾ ആണ്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ കംഫർട്ടബിൾ ആയുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. അതുപോലെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, ഈസി ടു യൂസ് ആണ്. അതുപോലെ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ടോള് കൊടുക്കാണ്ടാണ് പോകുന്നത്. ഒട്ടുമിക്ക ദിവസവും നമ്മൾ ടോള് കൊടുക്കാണ്ടാണ് പോകുക. കാരണം നമ്മുടെ കേരളത്തിലത്തെ റോഡുകൾ ഈ ഒരു ഭാഗം, പ്രത്യേകിച്ച് പാലേക്കര ടോൾ പ്ലാസ മുതൽ എറണാകുളം വരെ വളരെ മോശകരമായിട്ടുള്ള റോട്ടയോടെയാണ് പോകേണ്ടത്. റോഡെന്ന് മാത്രമല്ല, പാലം പണിയും കുണ്ടും കുഴിയും അതുപോലെ തന്നെ ഒരു ചൂവില്ലാത്ത രീതിക്കാണ് റോഡിന്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടോള് കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന് കമന്റ് ചെയ്തു. നമ്മളിന്ന് നമ്മുടെ ടോളിന്റെ മുന്നിൽ കൂടെ തിരിഞ്ഞ് ചിട്ടിശ്ശേരി വഴി ഏകദേശം പുതുക്കാട് ഊരകം വഴി വന്ന് പുതുക്കാടിലേക്കാണ് ഇപ്പൊ കയറുന്നത്. അവിടെയുള്ള ഒരു പള്ളിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഡയറക്റ്റ് പുതുക്കാട് സിഗ്നലിലേക്കാണ് നമ്മളിന്ന് വന്ന് കയറുക. ഈ വഴിക്ക് യാത്ര ചെയ്തിട്ടുള്ള ഒരു താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. ഇത് അടിപൊളി റബ്ബറൈസ്ഡ് റോഡാണ്. ഇപ്പൊ ഈ പുതുക്കാടിനും ബ്ലോക്കും കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ തീരെ ബ്ലോക്ക് ഇല്ലാത്തൊരു വേറൊരു വഴി കൂടെ നമുക്ക് പോയി അങ്കമാലി വരെ എത്താൻ പറ്റുന്ന ഒരു റോഡും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പുതുക്കാട് സിഗ്നലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ തന്നെയുണ്ട്. പിന്നെ ഇനി ഇലക്ട്രിക് വാഹനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ടിയാഗോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആട്ടാ. വേറെ വാഹനങ്ങളുണ്ട്, പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറഞ്ഞുതരാം. 10 ലക്ഷം രൂപയുടെ താഴെ ഒരുപാട് ഇലക്ട്രിക് കാറുകളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കയ്യിലെണ്ണാവുന്ന രീതിക്കുള്ള കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ. എനിക്ക് തോന്നുന്നു MG ടാറ്റയാണ് അതിൽ ഫസ്റ്റ് നിൽക്കുന്നത്. അതിൽ ടാറ്റയുടെ കാറാകുമ്പോൾ നമുക്കൊരു കാർ യൂസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെയുള്ളത് MGയുടെ കോമറ്റ് ആണ്. ആ വാഹനം എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ നമുക്ക് 4 ഡോറും അതുപോലെ ബാക്കിലേക്ക് കയറാനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ടിയാഗോ ആണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ എൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ പുതുക്കാട് വിട്ടുവിട്ടാ. ഇപ്പൊ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നത് മറ്റുള്ള പെട്രോൾ കാറും ഡീസൽ കാറും ഓടിക്കുന്ന പോലെ അല്ല കേട്ടോ. ഒട്ടും അങ്ങനെ ഓടിക്കരുത്. നമ്മൾ സഡൻലി ഉള്ള ആ ഒരു ആക്സിലറേഷനും കാര്യങ്ങളും ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഇലക്ട്രിക് കാർ എങ്ങനെ ഓടിക്കണ്ടേന്നുള്ള ഒരു രീതിയും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരുന്നത്. ഈ വാഹനം ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നോട്ടും കാര്യങ്ങളൊക്കെ തരും. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. സഡൻലി ഉള്ള ഒരു ആക്സിലറേഷൻ അല്ല കൊടുക്കുക. ഗ്രാജുവലി ഉള്ള ഒരു നോർമൽ ഒരു ലീനിയർ ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കാം. പറഞ്ഞു തരുന്നില്ല കേട്ടോ. നോക്കിയ റോഡിന്റെ അവസ്ഥയും പാലം പണിയും ബ്ലോക്കും കാര്യങ്ങളും. എനിക്ക് ഇന്ന് തോന്നുന്നു ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ഇല്ല കേട്ടോ. ഇന്ന് മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു കുറെ ചെറിയ വാഹനങ്ങളും കാര്യങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഇവിടെ സൈഡിൽ കൈവരിയൊന്നും മര്യാദയ്ക്ക് അല്ലാട്ടോ സെറ്റ് ചെയ്തേക്കണേ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളത്തിലേക്കാണ് പോവാൻ. മഴക്കാലമായി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ആക്കാനായിട്ട്, ഉപയോഗിക്കാനായിട്ട്. കാര്യം നമുക്ക് ഒരു ക്രേസിന് വേണ്ടി വെട്ടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴികളും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ അടുത്ത് തന്നെ കുറെ KSRTC കാര്യങ്ങളൊക്കെ മണ്ണിടിച്ചിൽ വിട്ട് വാഹനം ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു റബ്ബറൈസ്ഡ് റോഡ് വന്നാൽ തന്നെയാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞു തരുന്നില്ല, ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിക്ക്. ഒരുപാട് പാലം പണികളാണ് നമ്മുടെ കേരളത്തിൽ പല സൈഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പല സൈഡിലും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഈ അടുത്തൊരു ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു പാലം പോലും വിണ്ട് പൊളിഞ്ഞ് അതിന്റെ സൈഡൊക്കെ ഇടിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാലങ്ങൾ പണിത് തീരുന്നില്ല കേട്ടാ. നമ്മുടെ നാട്ടില് വികസനം വേണം, പക്ഷെ അതിനനുസരിച്ചുള്ള നല്ലൊരു ക്വാളിറ്റി റോഡുകളാണ് വേണ്ടത്. അങ്ങനെ നമ്മള് പെരുമ്പി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കൂടെയാണ് കയറാൻ ഉദ്ദേശിച്ചേക്കണേ. ഇനിയിപ്പോ അതെ ചാലക്കുടിയൊക്കെ എത്താറായി. അതിനു മുമ്പ് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആട്ടെ, എവിടെ നോക്കിയാലും ബ്ലോക്ക്. അപ്പൊ ടോള് കൊടുത്ത് വരുന്നവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വെറും കൊള്ളടിച്ച് കാശ് മേടിക്കാന്നുള്ള രീതി മാത്രമാണ് ഇപ്പോഴത്തെ ഒരു രീതി. ടോളിന്റെ ഒരു പിരിവും കാര്യങ്ങളൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഒരു ടോള് പിരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ മാപ്പിൽ നോക്കി ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആട്ടോ. കുറച്ച് ദൂരത്തേക്ക് അനങ്ങാത്ത ടൈപ്പ് ബ്ലോക്ക്. അപ്പൊ ബാക്കിയുള്ള വാഹനങ്ങളുടെ പെട്രോളും ഡീസലും ഒക്കെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അത്രയും രീതിക്കൊന്നും
ഇത് പോവില്ല കേട്ടാ. നമ്മൾ ലെഫ്റ്റ് എടുത്ത് വേറെ വഴി കൂടെയാണ് പോകുന്നത്. ഈ വഴി അത്ര എന്താ പറയാ റബ്ബറൈസ്ഡ് റോഡും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് പെട്ടെന്ന് തന്നെ എത്തും തന്നെ നമുക്ക് വിചാരിക്കാം. പറഞ്ഞ സമയത്തിന് ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്തൊക്കെ വേണം നമുക്ക് എടപ്പള്ളി വരെയൊക്കെ എത്താനായിട്ട്. ഇനി അവിടെ പോയിട്ട് നമ്മുടെ വാഹനത്തിന്റെ കൂളിംഗ് സ്റ്റിക്കർ അടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രൈസ് കുറവിനാണ് അവർ എനിക്ക് വാഹനത്തിന്റെ സൈഡിലുള്ള കൂളിംഗ് സ്റ്റിക്കർ അടിച്ചു തരാൻ പോകുന്നത്. ഞാൻ താഴെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ വഴിയും തീരെ നല്ല ഭംഗിയുള്ള റോഡും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ബ്ലോക്ക് വിട്ട് നമ്മളൊരു കുഗ്രാമത്തിന്റെ ഉള്ളിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഈ വഴി തിരിച്ചു വിടുന്നുണ്ട് കേട്ടോ പോലീസുകാര്. എല്ലാവർക്കും വരിയായിട്ടാണ് പോകാൻ പറ്റും. നമ്മൾ ടോള് കൊടുക്കാണ്ട് വന്നിട്ട് ഇത്രയും വിഷമം. അപ്പൊ ടോള് കൊടുത്തിട്ട് ഇതേ ഗതിയിൽ പോണവരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. എന്തിനു വേണ്ടിയിട്ടല്ല 10, 20, 50 ലക്ഷം കൊടുത്തിട്ടൊക്കെ ഈ വാഹനം മേടിച്ച് ഇങ്ങനത്തെ ടോളും കൊടുത്ത് ഈ വഴി കൂടെ പോണവന്റെ ഗതികേട് ആലോചിച്ചൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികൾ നടക്കുന്ന സ്ഥലത്ത് ടോള് മാക്സിമം ഒഴിവാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ മാക്സിമം ചെലവ് ചുരുക്കിയിട്ട് ഒരു 10 രൂപ 15 രൂപ ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കൂടുതൽ റോഡുകളും നാശമായിട്ടാണ് കിടക്കുന്നത്. കൂടുതൽ റോഡുകളിലും സിഗ്നലും കാര്യങ്ങളൊന്നും മര്യാദക്കല്ല വർക്ക് ചെയ്യുന്നത്. എല്ലാ റോഡുകളും ഫുൾ വണ്ടികളായിട്ട് പോലീസുകാർ നിന്നിട്ടാണ് വാഹനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമുള്ള റോഡുകളും കാര്യങ്ങളാണ്. ഇതിൽ ആരും ഇല്ല. നമ്മൾ പോകുന്ന ഇങ്ങനെ എറണാകുളത്തേക്ക് പോകുന്ന കുറച്ച് ആൾക്കാരുള്ളൂ. എയർപോർട്ടിലേക്ക് പോകാനും ഈ വഴി കൂടെ പോയി തന്നെ എത്തൂട്ടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറെ വഴിക്ക് പോയി എത്തും. അങ്ങനെ പെരുമ്പി എന്ന് പറഞ്ഞുള്ള വഴി കൂടെ നമ്മൾ കയറി ഇവിടെ എത്തിയിട്ടാ. ഏകദേശം 10 മണിയോളം അടുത്തായി. നമ്മളിപ്പോ റോട്ടിയോടെ എവിടെ നോക്കിയാലും ടിയാഗോ ഇലക്ട്രിക് കാണാട്ടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെക്കൻ നിൽക്കണൊക്കെ പുറത്തുനിന്ന് ഇറക്കിയേക്കണ്ടാ. എൻ്റെ മോനെ ടിയാഗോ കാണാട്ടോ. അപ്പൊ കാരണം എന്താണെന്നറിയോ, അത്രയും കാശ് കുറവും അതേപോലെ തന്നെ മാക്സിമം റേഞ്ചും നമുക്ക് കൊക്കിലൊതുങ്ങാവുന്നെന്ന് പറയില്ലേ, അതേപോലത്തെ രീതിക്കുള്ള കംഫർട്ടായിട്ട് നമുക്ക് വണ്ടിയും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ എടുത്ത വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ്, XT എന്ന് പറഞ്ഞ വേരിയന്റ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ചാർജും കാര്യങ്ങളും ഇനി ഫുള്ള് സ്റ്റിക്കർ അടിക്കാൻ പോവാണ്. വെറും അരമണിക്കൂറിനുള്ള സ്റ്റിക്കർ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടാ. 4 ഡോറും അതേപോലെ ബാക്കിലത്തെ ആ ഒരു ഡിക്കിയുടെ ആ ഒരു ഗ്ലാസ്സും ആണ് നമ്മൾ അടിക്കുന്നത്. അടിക്കുന്ന മുമ്പുള്ള ആ ഒരു ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമല്ലേ ഇത്? ഞാനിപ്പോൾ മെയിനായിട്ട് അടിക്കുന്നതിൻ്റെ കാരണം നല്ല വെയിലത്ത് പോകുമ്പോൾ ചൂട് നല്ല രീതിക്ക് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് അടിക്കുന്നത്. അങ്ങനെ ചെക്കൻ്റെ ഫുൾ പവറിൽ സെറ്റാണ്. എന്നിട്ട് ലുക്കല്ലേ നൈസ് ആയിട്ടില്ലേ? ആ ഒരു യെല്ലോ കളർ, അതായത് ചില്ലായ്മ എന്നാണ് ഞാൻ എടുത്ത കളറിന്റെ പേര്. അതിന്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ നൈസായിട്ട് നമുക്ക് ഇന്ന് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നേക്കണ ആലുവയിലുള്ള നോർത്ത് ഫ്ലീറ്റ് എന്ന് പറഞ്ഞുള്ള യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ വർക്കും അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഒരുപാട് അക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം അഫോർഡബിൾ പ്രൈസ്. വേറൊരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയട്ടെ, നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടും ചാർജ് ഇതിൽ കുറച്ച് ശതമാനം ഉണ്ടായിരുന്നു. ഇടവഴിയിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെയുണ്ട് ലുക്കും കാര്യങ്ങളും അകത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. 4 സൈഡത്തെ സ്റ്റിക്കർ. ഫ്രണ്ട് ഗ്ലാസ് അടിക്കാൻ പാടില്ല എന്നാണ്. അതിനടിക്കുന്നതിന് ഒരു ഗ്രേഡും കാര്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരു വെറൈറ്റി വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസും കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. ഇത് അപ്രൂവ്ഡ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട്, ഗ്രേഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.